നമസ്കാരം. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളെ സംബന്ധിച്ച് വിമാന ടിക്കറ്റ് നിരക്കിലെ വർധന ഏറെ ആശങ്ക പകരുന്ന ഒരു കാര്യമാണ്. ഒട്ടുമിക്ക പ്രവാസി കുടുംബങ്ങളും അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പൊള്ളുന്ന ടിക്കറ്റ് നിരക്ക് മൂലം പലരുടെയും യാത്ര അനിശ്ചിതത്വത്തിലാവുന്നതാണ് കാണുന്നത്. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും സീസൺ അനുസരിച്ചുള്ള നിരക്ക് വർധന ഇപ്പോഴും തുടരുകയാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ പെരുന്നാൾ അവധിയും സ്കൂളുകളിലെ അവധിയും ഒരുമിച്ച് വരുന്നതാണ്. ഈ സമയത്ത് വിമാന ടിക്കറ്റ് നിരക്കിൽ 20% മുതൽ 30% വരെ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ വർഷത്തെ പെരുന്നാൾ മാർച്ച് 31-നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. സ്കൂളുകളുടെ സ്പ്രിംഗ് ബ്രേക്ക് ആകട്ടെ മാർച്ച് 18-ന് ആരംഭിക്കും. പെരുന്നാൾ അവധിയും സ്കൂൾ അവധിയും ഒരുമിച്ച് വരുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിൽ ഹോളിഡേ ബുക്കിങ്ങുകളുടെ കാര്യത്തിൽ 30% വരെ വർധനവ് കാണാറുണ്ട്. UAEയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. അവധിക്കാല യാത്രകൾക്കായി സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, വിയറ്റ്നാം, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് UAE താമസക്കാർ കൂടുതലായും പോകാറുള്ളത്. അതേസമയം അവധി ആഘോഷിക്കാനായി സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളുമുണ്ട്. അവധിക്കാലത്ത് നാട്ടിൽ പോകാതെ കുടുംബത്തെ UAEയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന താമസക്കാരെയും കാണാറുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇതിനകം തന്നെ 15 മുതൽ 20% വരെ ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ടായിട്ടുണ്ട്. ആളുകൾ യാത്രയ്ക്ക് തൊട്ടു മുമ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതും വർധനവിലേക്ക് നയിക്കാറുണ്ട്. ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനികൾ. പെരുന്നാൾ അവധിക്കാലത്തും സ്കൂൾ അവധിക്കാലത്തും സാധാരണയായി UAEയിലെ വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കാറുണ്ട്. എന്നാൽ സ്കൂൾ അവധിയും പെരുന്നാൾ അവധിയും സാധാരണ ഒരുമിച്ച് വരാറില്ല. ഇത്തവണ ഇവ രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ടിക്കറ്റ് നിരക്കിൽ മുൻ വർഷത്തേക്കാൾ വർധനവ് ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെടുന്നത്. നാട്ടിലേക്ക് പോകാൻ ഈ സമയം തിരഞ്ഞെടുക്കുന്ന നിരവധി പ്രവാസികളുണ്ട്. നോമ്പ് കാലമായതിനാൽ രാജ്യത്തെ ബിസിനസ് യാത്രകളിൽ 30%-ഓളം കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ നോമ്പ് അവസാനിക്കുന്നതോടെ ബിസിനസ് യാത്രകളും വർദ്ധിക്കും. അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെയാണ് ഈ ട്രെൻഡ് കൂടുതലായും ബാധിക്കുക. പെരുന്നാൾ നാട്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ചിലപ്പോൾ ഇരട്ടി തുക കൊടുത്തുപോലും യാത്ര ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായേക്കാം. ടിക്കറ്റ് നിരക്ക് താങ്ങാൻ സാധിക്കാത്തതിനാൽ ഒട്ടേറെ കുടുംബങ്ങൾ അവധിക്കാല യാത്ര ഒഴിവാക്കാറുണ്ട്. ചുരുങ്ങിയത് 4 പേരടങ്ങുന്ന കുടുംബത്തിന് പോയി വരണമെങ്കിൽ ഒരു വർഷത്തെ സമ്പാദ്യം മതിയാകില്ലെന്ന് പരാതിപ്പെടുന്നവരുമുണ്ട്. എന്നാൽ പ്രവാസികളുടെ വരവ് പ്രതീക്ഷിച്ചാണ് കുടുംബങ്ങളിൽ വിവാഹം അടക്കമുള്ള വിശേഷങ്ങൾ തീരുമാനിക്കുന്നത്. ഇതും സാധാരണക്കാരായ പ്രവാസികളെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട്. പല പ്രവാസികളും നിരക്ക് വർധന കാരണം സീസണിൽ നാട്ടിലേക്ക് വരാറില്ല. മറിച്ച് ടിക്കറ്റ് നിരക്ക് കുറയുന്നത് വരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാനദണ്ഡവുമില്ലാതെ സീസണിലെ നിരക്ക് വർധന ഒരു രീതിയിലും ന്യായീകരിക്കാനാവുന്ന ഒന്നല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.